അതായത് ഇരകളുടെ മാനിഫെസ്റ്റോ എന്ന KN കുഞ്ഞമ്മദിൻ്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകം. അത് ഗുജറാത്ത് കലാപത്തോടുള്ള ഏറ്റവും സർഗാത്മകമായ ഒരു പ്രതികരണമാണ് ആ പുസ്തകം. അപ്പോൾ അതുമാത്രമല്ല, അതേ തുടർന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള അത് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, അദ്ദേഹം കൊടുത്തിട്ടുള്ള അഭിമുഖങ്ങളിലെല്ലാം എന്താണ് ഇരകളുടെ മാനിഫെസ്റ്റോ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റിയുടെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ അവർ ആ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റിയിൽ തന്നെ സംഘടിച്ചുകൊണ്ട് അതിനെ ചെറുക്കണം. അവരുടെ ഐക്യം അത് ഒരു ഇരകളല്ല, ആ ഫാഷിസത്തിൻ്റെ എല്ലാ ഇരകളുടെയും ഐക്യം സാധ്യമാകണം എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം. അതൊരു മാർക്സിയൻ തിയറി തന്നെയാണ്. കാരണം ഫാഷിസത്തിനെതിരെയുള്ള പോപ്പുലർ ഫ്രണ്ട്, ജനകീയ മുന്നണി എന്നുള്ളത് മാർക്സിയൻ സങ്കല്പമാണ്. അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇരകളുടെ മാനിഫെസ്റ്റോ എന്ന വാക്കുപയോഗിച്ചതിൻ്റെ പേരിൽ KN കുഞ്ഞമ്മദ് സ്വത്വവാദിയാണ്, ഇപ്പോൾ അദ്ദേഹം മൗദൂദിയാണ്, സുഡാപ്പിയാണെന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ്. ഒരു 10-20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രം അതിനുണ്ട്. അദ്ദേഹം മാത്രമല്ല, PK പോക്കർ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ 2 മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച ആത്മകഥയിൽ തന്നെ കാര്യം വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് സഖാക്കൾ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ കാലത്ത് ഇപ്പോൾ VS-നെ പിന്തുണച്ചിരുന്ന ആളുകൾ KN കുഞ്ഞമ്മദിനെ VS തന്നെ അദ്ദേഹത്തെ കുരങ്ങ് എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ അത് മൂർധന്യ നിലത്താനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. ഈ പാർട്ടിക്കകത്ത് സൈബർ സ്പേസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ചില ആളുകൾ പരസ്പരം അഘോരി സഖാക്കൾ എന്ന് വിളിക്കുന്നു ഒരു വിഭാഗത്തെ. അഘോരി സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഇപ്പോൾ വിവാദ പരാമർശമായിട്ടുള്ള ഇടത് ഹിന്ദുത്വ ലൈനിൽ സംസാരിക്കുന്ന ആൾക്കാരെ അഘോരി സഖാക്കൾ എന്ന് ആക്ഷേപിക്കുന്നു. മറ്റവരെ തിരിച്ച് സുഡാപ്പികൾ എന്ന് വിളിക്കുന്നു. അത് ഈ ഒരു റിഫ്റ്റ് ആശയപരമായി പാർട്ടി അണികൾക്കിടയിലുണ്ട്. അത് നേതൃത്വത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അണികൾക്കിടയിലുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് KN കുഞ്ഞമ്മദ് കുറേ വർഷങ്ങളായി പാർട്ടി വേദികളിൽ കാണാനേ ഇല്ല. അദ്ദേഹം സ്വതന്ത്രമായ വേദികളിലാണ് സംസാരിക്കാറുള്ളത്. അത് പാർട്ടി ബോധപൂർവ്വം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് DYFIയുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു ഗ്രൂപ്പിലാണ് ഈ കമൻറ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ അഡ്മിനൊക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണെന്ന് പറയപ്പെടുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, വെരിഫൈ ചെയ്ത് വരമല്ല. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു DYFI വേദിയിൽ KN കുഞ്ഞമ്മദ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ ഒരു പാർട്ടി വിരുദ്ധനാണ്, പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നതാണെന്നുള്ള ബോധം സഖാക്കൾക്കുണ്ടെങ്കിൽ CPM തെരഞ്ഞെടുപ്പ് തോൽവി ശേഷം അടിയന്തരമായി ചെയ്യേണ്ടത് അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും CPM അണികൾക്കുണ്ട്. കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ട് CPM-ന്റെ ഏറ്റവും വലിയ തിരിച്ചടി അതിൻ്റെ അണികളെ രാഷ്ട്രീയം പരിശീലിപ്പിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടി പറയാം. പൗരത്വ പ്രക്ഷോഭം, ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ. ഈ പൗരത്വ പ്രക്ഷോഭവും ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും മുസ്ലിം പ്രീണനമാണ് എന്നാണ് ഒരു വിഭാഗം സഖാക്കൾ വിശ്വസിക്കുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് നിലപാടാണ്. ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടാണ്. അത് കേരളത്തിൽ പുറത്തുനിന്നാണ്. അല്ലാണ്ട് ഇവിടെ മുസ്ലിം വോട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടി പാർട്ടി ചെയ്യുന്നതല്ല. എന്ന ഒരു വിദ്യാഭ്യാസം പാർട്ടി അണികൾക്ക് കൊടുത്തിട്ടില്ല. പൗരത്വ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് എന്തോ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതല്ലാതെ അതൊരു ഭരണഘടനാ ലംഘനത്തിനെതിരായിട്ടുള്ള സ്വാഭാവിക രാഷ്ട്രീയ പ്രതിഷേധമാണ് എന്ന തോന്നൽ പോലും ഈ അണികൾക്കില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ എത്രമാത്രം നിരക്ഷരതയാണ് അവരെ ബാധിച്ചിട്ടുള്ളത്. ആ നിരക്ഷരതയുടെ ഒരു എന്താ പറയുക, ഒരു അജ്ഞതയുടെ തെളിവാണ് KN-നെതിരായിട്ടുള്ള ഈ അധിക്ഷേപം.